സംസ്ഥാന സർക്കാരിന്റെ വെള്ളാനിയായി ഇഡിക്കെതിരെ അന്വേഷണത്തിന് നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ. സ്വർണ്ണക്കടത്ത് കേസിൽ ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള റിട്ടയേർഡ് ജസ്റ്റിസ് വി.കെ. മോഹൻ കമ്മീഷന്റെ അന്വേഷണത്തിന് സ്റ്റേ നിലനിൽക്കുകയാണ്. അന്വേഷണം നടത്താനാകാത്ത കമ്മീഷന് നിരവധി തവണ കാലാവധി നീട്ടി നൽകിയ സർക്കാർ ഒടുവിൽ 6 മാസം കൂടി കാലാവധി നീട്ടി നൽകിയിരുന്നു. ലക്ഷങ്ങളാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിലനിർത്താൻ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്നത്. മെയ് 7-നായിരുന്നു റിട്ടയർഡ് ജസ്റ്റിസ് വി.കെ. മോഹനെ അന്വേഷണ കമ്മീഷനായി നിയോഗിച്ചത്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ശക്തമായപ്പോഴായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ നീക്കങ്ങൾ നടക്കുന്നുവെന്ന പേരിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത്. കമ്മീഷന് മുന്നിൽ ഇഡിക്കെതിരെ തെളിവ് നൽകാൻ തയ്യാറുള്ളവർ മുന്നോട്ട് വരണമെന്നാവശ്യപ്പെട്ട് പത്രപരസ്യങ്ങൾ നൽകിയെങ്കിലും ആരും മുന്നോട്ട് വന്നിരുന്നില്ല. മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ ഇഡി ഉദ്യോഗസ്ഥർ പ്രതികൾക്കുമേൽ സമ്മർദ്ദം ചെലുത്തി കേസിൽ ഉൾപ്പെടുത്താൻ ഗൂഢാലോചന നടന്നോ തുടങ്ങിയ വിഷയങ്ങളായിരുന്നു വി.കെ. മോഹൻ കമ്മീഷന്റെ അന്വേഷണ പരിധിയിലുണ്ടായിരുന്നത്. കമ്മീഷനായി കൊച്ചി നഗരത്തിൽ ഓഫീസ് തുറക്കുകയും ജീവനക്കാരെ നിയമിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം നവംബറിലടക്കം പലതവണ കമ്മീഷൻ കാലാവധി നീട്ടി നൽകി. 2023 ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടിയിൽ അതുവരെ കമ്മീഷനായി ചെലവഴിച്ചത് 84 ലക്ഷത്തോളം രൂപയാണെന്ന് വ്യക്തമാക്കിയിരുന്നു. 2 വർഷവും 3 മാസവുമായി തുടർന്നും കമ്മീഷൻ പ്രവർത്തിച്ചു വരികയാണ്. കമ്മീഷൻ ചെയർമാൻ എന്ന നിലയിൽ റിട്ടയർഡ് ജസ്റ്റിസ് വി.കെ. മോഹൻ ശമ്പളമോ ആനുകൂല്യങ്ങളോ കൈപ്പറ്റുന്നില്ലെന്ന് ആവർത്തിക്കുമ്പോഴാണ് കമ്മീഷൻ പ്രവർത്തനത്തിന് ഇത്രയും തുക ചെലവഴിക്കുന്നത്. കോടതികൾ സ്റ്റേ ചെയ്തിട്ടും കമ്മീഷനെ വെള്ളാനിയായി നിലനിർത്തുന്നത് സർക്കാരിന്റെ ദുരഭിമാനമാണ്. കമ്മീഷനെ പിരിച്ചുവിടുന്നത് തിരിച്ചടിയായി വിലയിരുത്തുമെന്നാണ് സർക്കാർ കരുതുന്നത്. ജനം, കൊച്ചി.